നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട വൈവയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്. നിങ്ങളോട് ടോപ്പിക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഇപ്പോൾ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് സുകന്യ, സൂര്യ, കാവ്യ, ദർശന, ദേവ് പിന്നെ ആരാണ്, സുമിത്ര. ഓക്കെ, സുകന്യ പറഞ്ഞോ. സുകന്യയോടാണ് ചോദ്യം. സുകന്യയോടെ ഉണ്ടല്ലോ. ഓക്കെ, വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ് ചോദ്യം. എല്ലാ എക്സാമിനും ഉറപ്പായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു വൈറ്റമിനെ കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ 2 വൈറ്റമിൻസ്, ഏതെങ്കിലും 2 ചോദ്യങ്ങൾ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുക. ഓക്കെ, മിനിമം ഒരു ചോദ്യം ചോദിക്കും. ചിലപ്പോൾ 2 ചോദ്യങ്ങളായിരിക്കും, ചിലപ്പോൾ 3 ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ നാച്ചുറൽ സയൻസിൽ പ്രധാനമായിട്ടും വരുന്നൊരു ടോപ്പിക്കാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വൈറ്റമിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാം. വൈറ്റമിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലഘു പോഷകമാണ്. ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളതും എന്നാൽ അത്യന്താപേക്ഷിതവുമായ ഒരു പോഷക ഘടകമാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്, പക്ഷേ പേര് നൽകിയത് കാസിമർ ഫങ്കാണ് 1912-ലാണ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും 13 വൈറ്റമിൻസ് ആണ് ഉള്ളത് നമുക്കറിയാം. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് 13 വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്, ഓരോ വൈറ്റമിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. സുകന്യ കേൾക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ ചോദ്യം, ഏതൊക്കെയാണ് ഫാറ്റ് സൊല്യൂബിൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ? കൊഴുപ്പിൽ എ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ. ഓക്കെ, അപ്പോൾ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ബി കോംപ്ലക്സും സിയും. യെസ്. ഓക്കെ, വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം എന്താണ്? വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. വൈറ്റമിൻ എ എന്താണെന്ന് ചോദിച്ചാൽ റെറ്റിനോൾ ആണ്. ഈ വൈറ്റമിൻ എ എന്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ്? കാഴ്ചശക്തി, പ്രതിരോധശക്തി, പ്രധാനമായിട്ടും കാഴ്ചശക്തിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത് ഏതിലൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇലക്കറികളിലുണ്ട് നമുക്കറിയാം. പിന്നെ എവിടെയാണുള്ളത്? പാലിലുണ്ട്, തേനിലുണ്ട്, അതുപോലെ മുട്ടയിലുണ്ട്, ക്യാരറ്റിലുണ്ട്. ഓക്കെ, ഇതിലൊക്കെ വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇമ്മ്യൂണിറ്റി പറയാറില്ലേ, രോഗപ്രതിരോധ കുത്തിവയ്പ്പും രോഗപ്രതിരോധ ശേഷിയൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ രോഗപ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം വൈറ്റമിൻ എ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ആണ് ചോദ്യം. ഉണ്ട്. അപ്പോൾ പ്രത്യേകത എന്താണ് വൈറ്റമിൻ എയുടെ പ്രത്യേകത? രോഗപ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്ന വൈറ്റമിനാണ് ഇത് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന, നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് രോഗപ്രതിരോധ കുത്തിവയ്പ്പൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അതായത് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വൈറ്റമിനാണ് ഇത് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, അമ്മയിൽ നിന്ന് കിട്ടുന്നതല്ലാതെ പുറത്തുനിന്ന് വാക്സിനേഷൻ വഴി അല്ലെങ്കിൽ എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പ് വഴി നമ്മുടെ കുട്ടിയുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ആദ്യത്തെ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് വൈറ്റമിൻ എ ആണ്. ഓക്കെ, വൈറ്റമിൻ എയുടെ വേറൊരു പ്രത്യേകത എന്താണ്? വൈറ്റമിൻ എ കൂടുതലായിട്ട് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. ഓക്കെ, കരളിലാണ് സംഭരിക്കപ്പെടുന്നത്. വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടും സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. ഓക്കെ, വൈറ്റമിൻ എ ആവുന്നതിന് മുമ്പ് അതിന്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ എ എങ്ങനെ സംഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു രൂപമുണ്ട്. എന്താണ് രൂപം? ബീറ്റാ കരോട്ടിൻ ആണ്. ഏതാണ്? ബീറ്റാ കരോട്ടിൻ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മിനിമം അറിഞ്ഞു നോക്കുക. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം എന്താണ്? വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന രോഗം ഏതാണ്? നിശാന്തതയുണ്ട്. വേറെന്താണുള്ളത്? സീറോഫ്താൽമിയ. എന്താണ് സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കണ്ണിന്റെ കോർണിയ വരണ്ടു പോകുന്ന രോഗം. ഓക്കെ, കണ്ണിനൊരു ഈർപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ കോർണിയക്കൊരു ഈർപ്പം ഉണ്ടാവും. അതില്ലാതാവുന്ന അവസ്ഥയാണ് ഇത് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. സീറോഫ്താൽമിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഓക്കെ, വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം എന്താണ്? രാസനാമം എന്താണ്? വൈറ്റമിൻ ഇ
സോറി വൈറ്റമിൻ ഡി അല്ലേ ചോദിച്ചു? വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആണ്, കാൽസിഫെറോൾ. ഓക്കെ, ആ പേര് തന്നെയുണ്ട് കാൽഷ്യം. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ അസ്ഥികളുടെയും അതുപോലെ പല്ലുകളുടെയും ആരോഗ്യം, അസ്ഥികൾ, പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഓക്കെ, എങ്ങനെയാണ് അസ്ഥികൾക്കും പല്ലുകൾക്കും ആരോഗ്യം നൽകുക എന്ന് ചോദിച്ചാൽ കാൽഷ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, വൈറ്റമിൻ ഡിയെ നമ്മൾ സാധാരണ 2 പേരുകളിൽ വിളിക്കാറുണ്ട്. ഒന്ന് നമുക്കറിയാം, എങ്ങനെയാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് സൺഷൈൻ വൈറ്റമിൻ. എന്താണ് പേര്? സൺഷൈൻ വൈറ്റമിൻ. മറ്റൊരു പേര് കൂടിയുണ്ട്, സ്റ്റിറോയിഡ് വൈറ്റമിൻ. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും സൺഷൈൻ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ്. ഓർത്തുക, വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം, പ്രധാനപ്പെട്ട രോഗം നമ്മളോട് എപ്പോഴും ചോദിക്കുക ഒരു രോഗത്തെക്കുറിച്ചാണ്. ഏത് രോഗമാണ് സുകന്യ? റിക്കറ്റ്സ് ആണ്, അല്ലെങ്കിൽ കണയാണ്. ഓക്കെ, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. എന്താണ് റിക്കറ്റ്സ് എന്ന് ചോദിക്കും. എന്താണ് റിക്കറ്റ്സ്? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളുടെ അസ്ഥികൾ ബലം കുറഞ്ഞ് വളയുന്ന രോഗമാണേത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. മുതിർന്നവർക്കാണെങ്കിൽ എന്ത് രോഗം വരും? കാൽഷ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗം ഏതാണ്? അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗം മുതിർന്നവർക്ക് ഓസ്റ്റിയോമലേഷ്യ ആണ്. ഏതാണ്? ഓസ്റ്റിയോമലേഷ്യ. ഓക്കെ, വൈറ്റമിൻ ഡി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം എന്താണ് സുകന്യ? വൈറ്റമിൻ ഇ എന്താണ്? ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. എന്തുകൊണ്ടാണ് കെമിക്കൽ നെയിം കൂടി പഠിച്ചു നോക്കണം എന്ന് പറയുന്നത്? നമ്മളോട് വേണമെങ്കിൽ വൈറ്റമിൻ ഇ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം? ടോക്കോഫെറോൾ എന്ന് പറയാം. ടോക്കോഫെറോളിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്ത് വൈറ്റമിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ? നമ്മൾ ഒരു പേര്, ആന്റി ഓക്സിഡന്റ്, കൂടാതെ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ബ്യൂട്ടി വൈറ്റമിൻ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ. ഓക്കെ, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ത്വക്കിന്റെയും അതുപോലെ ഹൃദയത്തിന്റെയും സംരക്ഷണത്തിന് ആരാവശ്യമാണ്? വൈറ്റമിൻ ഇ ആവശ്യമാണ്. വൈറ്റമിൻ ഇ ആവശ്യമാണ്. ഓക്കെ, വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരമാണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ ആണ്. ഞാൻ ഓരോരുത്തരോടും ചോദിക്കും, സംഗീതനോട് ചോദിക്കും, ഈ ക്ലാസ്സിലുള്ള എല്ലാവരോടും ചോദിക്കും. നിങ്ങൾക്ക് ആരും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ, ഈ വൈറ്റമിൻ ഇ നമ്മൾ എന്തായിട്ട് കൂടി പരിഗണിക്കാറുണ്ട്? വൈറ്റമിൻ ഇ ഒരു വൈറ്റമിനാണ്, ജീവകമാണ്. കൂടാതെ എന്താണ്, എന്തുകൂടി ആയിട്ട് പരിഗണിക്കും? ഹോർമോണായി കൂടി പരിഗണിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഹോർമോണായി കൂടി പരിഗണിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗം ഏതാണ്? വൈറ്റമിൻ ഇ പ്രധാനമായിട്ടും സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ, ഹൃദയത്തിന്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ പ്രത്യുൽപാദനം, ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ ആണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത എന്തിന് കാരണമാവാറുണ്ട്? വന്ധ്യതയ്ക്ക് കാരണമാവാറുണ്ട്. ഓക്കെ, ഈ ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരം പറയാം. നമ്മൾ സാധാരണ വന്ധ്യംകരിക്കാറുണ്ട്. സ്ത്രീകളെ വന്ധ്യംകരിക്കാറുണ്ട്, പുരുഷന്മാരെ വന്ധ്യംകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് പുരുഷന്മാരെ ആണെങ്കിൽ പുരുഷന്മാരെ വന്ധ്യംകരിക്കുന്നതിന് നമ്മൾ എന്താണ് പറയുക? വാസക്ടമി. ഓക്കെ, പുരുഷന്മാരെ വന്ധ്യംകരിക്കുന്നത് വാസക്ടമി. സ്ത്രീകളെ വന്ധ്യംകരിക്കുന്നത് എന്താണ്? ട്യൂബക്ടമി ആണ്. ട്യൂബക്ടമി. ഓക്കെ, നായ്ക്കളെ വന്ധ്യംകരിക്കാൻ ഒരു പദ്ധതിയുണ്ട്, അതിന്റെ പേരെന്താണ്? ABC എന്നാണ്. ABC. ഓക്കെ, അതൊന്ന് ഓർത്ത് നോക്കുക. ചോദ്യം വരാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർബന്ധമായിട്ട് ഇങ്ങനെ പഠിച്ചു നോക്കുക. അതായത് സ്ത്രീകളെ വന്ധ്യംകരിക്കുന്നതാണ് ട്യൂബക്ടമി, പുരുഷന്മാരെ വന്ധ്യംകരിക്കുന്നതാണ് വാസക്ടമി. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ കൂടെ ഓർത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഇ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അതുപോലെ വൈറ്റമിൻ കെ. എന്താണ് വൈറ്റമിൻ കെയുടെ പ്രത്യേകത? വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം എന്താണ് സുകന്യ? ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ ആണ്. ഓക്കെ, വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ.
വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ്. വൈറ്റമിൻ കെയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? നമ്മുടെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരെന്താണ്? കൊയാഗുലേഷൻ വൈറ്റമിൻ. ഓക്കെ, കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ഓക്കെ, വൈറ്റമിൻ കെ എന്തിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻ കെ? കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതാണ്? അറിയുന്നവർക്ക് പറയാം. കാൽസ്യം ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ആന്റി കൊയാഗുലന്റ് ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ മാത്രം രക്തം കട്ട പിടിച്ചാൽ മതി, അല്ലാത്ത സമയത്ത് രക്തം ഒഴുകണം. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആന്റി കൊയാഗുലന്റ്, അതിന് ആന്റി കൊയാഗുലന്റ് എന്നാണ് പറയാ. അതേതാണ്? ഹെപ്പാരിൻ ആണ്. ഓക്കെ, ഹെപ്പാരിൻ ആണ്. ഓക്കെ, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ബ്ലഡ് ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ആന്റി കൊയാഗുലന്റ് ഏതാണ്? സോഡിയം സിട്രേറ്റ്. ഓക്കെ, സോഡിയം സിട്രേറ്റ് ആണ്. ഓക്കെ, ഓർത്തുക. അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തുക. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത് കൊയാഗുലേഷൻ വൈറ്റമിൻ ആണ്. കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. വേറെന്താണ് പ്രത്യേകത? ഏറ്റവും കൂടുതൽ വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഫുഡ്, ആഹാര പദാർത്ഥങ്ങൾ. ആഹാരം ഏതൊക്കെയാണ്? ഒന്ന് ചീരയിൽ, മറ്റൊന്ന് കോളിഫ്ലവർ, മറ്റൊന്ന് ക്യാബേജ്. ഇതിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. പിന്നെ തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം സാധാരണ ഉണ്ടാകുന്ന എന്താണ്? അമിത രക്തസ്രാവമാണ്. ചിലപ്പോൾ ഒക്കെ PSC ഹീമോഫീലിയ എന്നൊക്കെ കൊടുക്കും. ഓക്കെ, ഹീമോഫീലിയ ദിനം എപ്പോഴാണ്? രക്തം കട്ട പിടിക്കാത്ത രോഗമാണേത്? ജനിതക രോഗമാണ് ഹീമോഫീലിയ ദിനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 17. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഓക്കെ, അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഇനി ഓരോരുത്തരോട് ചോദിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ ടോപ്പിക്ക് പഠിക്കണമെന്ന്. ക്ലാസ്സും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ഇതുണ്ടായിരുന്നു. ഓക്കെ, കണ്ടിട്ടില്ലാത്തവരാണ് കൂടുതലുള്ളത്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എന്ത്? വൈറ്റമിനുമായി ബന്ധപ്പെട്ടത്. ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ഒരാളോട് ചോദിക്കുന്നു. അക്ഷയ പറഞ്ഞോ? അക്ഷയ ഉണ്ടല്ലോ. ഓക്കെ, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ബി കോംപ്ലക്സും സിയും ആണ്. ഓക്കെ, B1 എന്ന് പറയുന്നതിന്റെ കെമിക്കൽ നെയിം എന്താണ്? തയാമിൻ. ഈ തയാമിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? സാധാരണ അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ B1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബറിയാണ്. ബെറിബറിയെ നമ്മൾ വേറൊരു പേരും കൂടി പറയും. എന്ത് പറയും? ഐക്കാണ്ട് എന്ന് പറയും. ഇത് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏത് വ്യവസ്ഥയാണ്? നാഡീവ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബെറിബറി എന്ന് പറയുന്നത്. ഓക്കെ, B2 എന്താണ്? റൈബോഫ്ലാവിന്റെ മറ്റൊരു പേരെന്താണ്? വൈറ്റമിൻ ജി എന്ന് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നു. വേറൊരു പേരെന്താണ്? ലാക്ടോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ എന്ത് പറയും? ലാക്ടോഫ്ലാവിൻ എന്ന് പറയും. ഓക്കെ, ലാക്ടോഫ്ലാവിൻ. പ്രത്യേകത എന്താണ്? പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് റൈബോഫ്ലാവിൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? സൂര്യപ്രകാശമേറ്റാൽ നശിക്കുന്നതും ഏതാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണെങ്കിൽ സൂര്യപ്രകാശമേറ്റാൽ നശിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ റൈബോഫ്ലാവിൻ ആണ്. റൈബോഫ്ലാവിൻ.
ഓക്കെ, റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3യുടെ പേരെന്താണ്? നിയാസിൻ. നിയാസിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്ര. പെല്ലഗ്രയാണ്. പെല്ലഗ്ര ബാധിക്കുന്ന എന്തിനാണ്? ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് ഏത്? പെല്ലഗ്ര. ത്വക്കിനെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ പെല്ലഗ്ര. ഓക്കെ, B7 എന്താണ്? ബയോട്ടിൻ. ബയോട്ടിൻ. ബയോട്ടിന്റെ മറ്റൊരു പേരെന്താണ്? വൈറ്റമിൻ വൈറ്റമിൻ H എന്നാണ്. വൈറ്റമിൻ H എന്നാണ് പേര്. എന്തിനാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? വൈറ്റമിൻ B7 എലൈസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നു. അതായത് എയ്ഡ്സിന്റെ രോഗനിർണയ ടെസ്റ്റായ എലൈസയിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ B7 ആണ്. B7. ഓക്കെ, B7 ആണ്. ഓർത്തുക, ബയോട്ടിനൈസ്ഡ് എലൈസ എന്നാണ് പറയുന്നത്. ഓക്കെ, എലൈസ മാത്രമല്ല, നമ്മൾ സാധാരണ എയ്ഡ്സിന്റെ രോഗനിർണയ ടെസ്റ്റിന് എന്തുപയോഗിക്കാറുണ്ട്? നേവ ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, എലൈസ ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ എന്ത് ഉപയോഗിക്കാറുണ്ട്? വെസ്റ്റേൺ ബ്ലോട്ട് ഉപയോഗിക്കാറുണ്ട്, പിന്നെ സോർട്ട്. ഓക്കെ, സോർട്ട്. ഓക്കെ, ന്യൂസ് എന്ന് പറയും. ഓക്കെ, മൊത്തത്തിൽ ന്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അക്ഷയ പറ അടുത്തത്. B9 എന്ന് പറയുന്നത് എന്താണ്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം? ഗർഭിണികൾക്കാണ്. DNA അതുപോലെ തന്നെ RBC എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്. ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ RBCയുമായി ബന്ധപ്പെട്ടൊരു അനീമിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ B12 എന്താണ്? അതിന്റെ കെമിക്കൽ നെയിം എന്താണ്? സയാനോകൊബാലമൈൻ ആണ്. സയാനോകൊബാലമൈൻ. അപ്പോൾ തന്നെ എന്താണ് പ്രത്യേകത? കൊബാൾട്ട് അടങ്ങിയത് ഏതിലാണെന്ന് ചോദിച്ചാൽ B12 കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആണ്. കൊബാൾട്ട് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ ഉണ്ടാവുക? ഇരുമ്പിന്റെ ആഗിരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുള്ള ഒരു മൂലകമാണ് ഇത് കൊബാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം? B12 ആണ്. ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ്. ഓക്കെ, വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താണ്? എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഇത് പാകം ചെയ്താലും നഷ്ടപ്പെടും. പിന്നെ ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതും വൈറ്റമിൻ സി ആണ്. ഓക്കെ, വൈറ്റമിൻ സി ആണ്. പിന്നെന്താണ് ഇതിനെ വിളിക്കുന്നത്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. ഓക്കെ, രോഗപ്രതിരോധ ശേഷിയുണ്ട്, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്, മുറിവുണങ്ങാൻ സഹായിക്കുന്നുണ്ട്, പിന്നെന്തിനു സഹായിക്കുന്നുണ്ട്? ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്? മൂത്രത്തിലൂടെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ്. വേറെന്താണ് പ്രത്യേകത? എന്തിൽ അടങ്ങിയിട്ടില്ല വൈറ്റമിൻ സി? ഏതിൽ അടങ്ങിയിട്ടില്ല? പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. ഓക്കെ, വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി ആണ്. ഓക്കെ, സ്കർവിയെ നമ്മൾ എന്ത് പറയും? നാവികരുടെ പ്ലേഗ് എന്ന് പറയും. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വെളുത്ത പ്ലേഗ് ഏതാണ്? ക്ഷയമാണ്. ട്യൂബർകുലോസിസ് ആണ്. ഓക്കെ, വെളുത്ത പ്ലേഗ് ക്ഷയമാണെങ്കിൽ കറുത്ത മരണം ഏത് രോഗമാണ്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. ഓക്കെ, പ്ലേഗ് ആണ് കറുത്ത മരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീലമരണം എന്ന് പറയുന്ന രോഗം ഏതാണ്? നീലമരണം, ബ്ലൂ ഡെത്ത്. മലിനജലത്തിലൂടെ പകരുന്നൊരു രോഗം കോളറയാണ്. ഓക്കെ, കോളറ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കുന്നുണ്ടാവണം. ഓക്കെ, ഇതാണ് വൈറ്റമിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി അടുത്ത ആളോട് ചോദിക്കുമ്പോൾ വൈറ്റമിൻ ഇത് ഒരു റൗണ്ട് പോയി കഴിയുമ്പോൾ അടുത്ത ആളോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരം പറയണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ്. ചട്ടമ്പി സ്വാമികൾ ഇന്നലെ ചോദിക്കാത്ത ആളുകളുണ്ടല്ലോ ഇതിൽ. സുമിത്ര പറയോ? സുമിത്ര ഇല്ലേ? ഓക്കെ,
ചട്ടമ്പി സ്വാമികൾ എപ്പോഴാണ് ജനിച്ചത്? അത് ആദ്യം പറയാം. 1853 ഓഗസ്റ്റ് 25. 1853 ജനിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ 1863 ജനിച്ച ആരെങ്കിലും ഉണ്ടോ? അയ്യങ്കാളി. പിന്നെ വേറെ ആരാണ്? ഡോക്ടർ പൽപ്പു. പിന്നെ ഒരാളും കൂടി, വിവേകാനന്ദൻ. ഓക്കെ, ഇത് അതായത് 1863 പറയുമ്പോൾ ആരൊക്കെ ഓർക്കണം? അയ്യങ്കാളി ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പു ഉണ്ട്, അതുപോലെ വിവേകാനന്ദൻ ഉണ്ട്. ഓക്കെ, 53 ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മളിവിടെ എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും കൃതിയാണ് ഉണ്ടാവുക. അതിനു മുമ്പ് ഈ ചട്ടമ്പി സ്വാമികളെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? സർവവിദ്യാധിരാജൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ്? കുഞ്ഞൻപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. ഓക്കെ, ഈ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1882 ഇവർ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഈ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നവമഞ്ജരിയാണ്. ഏതാണ്? നവമഞ്ജരി. ഓക്കെ, ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? നായർ സമുദായമാണ്. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഈ ചട്ടമ്പി സ്വാമികൾ നമ്മൾ പറഞ്ഞത് എപ്പോഴാണ്? ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? 1882 ഓക്കെ, 1892 ആരെ കണ്ടുമുട്ടി? വിവേകാനന്ദനെ കണ്ടുമുട്ടി. ഓക്കെ, വിവേകാനന്ദനെ കണ്ടുമുട്ടി. ഓക്കെ, അപ്പോൾ ആ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ സമയത്ത് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഓക്കെ, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് പറഞ്ഞത്. ഓക്കെ, ചട്ടമ്പി സ്വാമികളെ നമ്മൾ വേറെന്ത് പറയാറുണ്ട്? അതായത് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ഒരു ക്ഷേത്രമൊക്കെ പണിതിട്ടുണ്ട്. ആ പേരിൽ ബാല ഭട്ടാരകൻ. ഓക്കെ, അങ്ങനെ പറയുന്നത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ സമാധി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പന്മനയാണ്. ഓക്കെ, ജന്മസ്ഥലം എവിടെയാണ്? കണ്ണമ്മൂലയാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ഓഗസ്റ്റ് 25 എന്ത് ദിനമാണ്? സംസ്ഥാന ജീവകാരുണ്യ ദിനമാണ്. ഓക്കെ, അപ്പോൾ കാവ്യവും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി, അല്ലെങ്കിൽ കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. വേദാധികാര നിരൂപണമുണ്ട്. അതായത് എന്താണ്? വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല, എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് വേദാധികാര നിരൂപണത്തിലാണ്. ഓക്കെ, ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രാചീന മലയാളം. ഓക്കെ, എന്താണ് പ്രാചീന മലയാളം? എന്താണ്? പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ പ്രാചീന മലയാളത്തിലാണ്. പിന്നെന്താണ്? ക്രിസ്തുമതചേതനമുണ്ട്. അതുപോലെ തന്നെ ആദിഭാഷ. ഓക്കെ, ആദിഭാഷ. വേറൊന്നും കൂടി ഉണ്ട്. എന്താണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ ക്രിസ്തുമത ചേതനം.
ഓക്കെ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, പിന്നെന്താണ് ക്രിസ്തുമത ചേതനം, ആദിഭാഷ, അതുപോലെ മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പഠിച്ചു നോക്കണം. ഓക്കെ, അടുത്തയാള് നീതി ആയോഗിനെ കുറിച്ചാണ് പറയേണ്ടത്. ശരണ്യയില്ലേ? ശരണ്യോട് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ശരണ്യ പി കെ, ശരണ്യ പി കെ ഇല്ലേ? ശരണ്യ പി കെ ഇല്ല. ഓക്കെ, ദർശനയില്ലേ? ദർശന പറഞ്ഞോ. നീതി ആയോഗ് എപ്പോഴാണ് നിലവിൽ വന്നത്? നീതി ആയോഗ് നിലവിൽ വന്ന വർഷം? 1900 അല്ല, നീതി ആയോഗ് വന്നപ്പോഴാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന സംവിധാനമാണ് നീതി ആയോഗ്. അറിയില്ല. 2015 ജനുവരി 1 വന്നത്. എന്താണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം. നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ദർശന? അതിപ്പോഴത്തെ വൈസ് ചെയർമാൻ. ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദ്യം. ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദി. ഓക്കെ, ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ സുമൻബറി ഇപ്പോഴത്തെയാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരി ആരാണ്? ഇപ്പോ ആരാണ്? അരവിന്ദ് പനഗരി ഇപ്പോ ആരാണ്? എന്തിന്റെ ചെയർമാനാണ്? 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് ആര്? അരവിന്ദ് പനഗരിയ. ഓക്കെ, ആദ്യത്തെ സിഇഒ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. ഓക്കെ, നിലവിൽ ഇവരൊക്കെ ആരാണ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ നിലവിൽ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നിലവിൽ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ്. വൈസ് ചെയർമാൻ സുമൻ കെ ബറി. ഓക്കെ, അതിന്റെ ഇപ്പോഴത്തെ സിഇഒ മാറിയിട്ടുണ്ട്. ആരാണ്? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരാണ്? ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? ആരാണ്? നിധി ചിബാർ. ഓക്കെ, അത് താൽക്കാലികമായിട്ടാണ്. ഇടക്കാല സിഇഒ ആയിട്ട് വന്ന ആളാണ്. പുതിയ ആളെ നിയമിക്കും. ഓക്കെ, അപ്പോൾ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ഞാൻ വായിക്കാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കാം. SCRT-യിലുള്ള പോയിന്റും ഉണ്ട്, അല്ലാതെ അഡീഷണൽ ആയിട്ട് ചേർത്ത പോയിന്റുകളും ഉണ്ട്. ഓക്കെ, അത് രണ്ടും ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് അത് മാത്രം പഠിച്ചാൽ പോരാ. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് SCRT-യിൽ കൊടുത്ത ലക്ഷ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. അതിന്റെ സൈറ്റിൽ 20ഓളം ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും അതായത് 20ഓളം നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റൂലെങ്കിലും കുറച്ച്, അതായത് ഒരു 5ഓ 8ഓ എണ്ണം ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, നിങ്ങളത് കാണാതെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്, ഇതാണ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് ഈ
ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ SCRT-യിലുള്ള അതേപോലെയല്ല പറയുന്നത്, ഓക്കെ, വേറൊരു രീതിയിലാണ് പറയുന്നത്. ഒന്ന്, എക്സാമിന് ചോദിച്ച ആ ഒരു പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഗ്രാമതലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കി ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. ഒന്നാമത്തെ ലക്ഷ്യമാണ്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്പർ ഇട്ട് അങ്ങനെ പഠിക്കൊന്നും വേണ്ട, എല്ലാം പഠിക്കണം. എന്താണ്? ഗ്രാമതലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കി ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. ഓക്കെ, അതുപോലെ സഹകരണ ഫെഡറലിസം പ്രയോഗിക്കുക. അതായത് കരുത്തുറ്റ സംസ്ഥാനങ്ങൾ, കരുത്തുള്ള രാജ്യം. ഓക്കെ, സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണിത് ഫെഡറലിസം എന്ന് പറയുന്നത്. നമ്മുടെ ഫെഡറലിസം എങ്ങനെയുള്ളതാണ്? നമ്മുടെ ഫെഡറൽ സംവിധാനം എങ്ങനെയുള്ളതാണ്? ക്വാസി ഫെഡറൽ ആണ്. അതായത് ഏറ്റവും കൂടുതൽ അധികാരമാർക്കാണ്? സെമി ഫെഡറൽ ആണ്. അതായത് കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരം. നമ്മൾ എവിടുന്നാണ് ഈ ഫെഡറൽ സംവിധാനം കടമെടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തു നിന്നാണ് ഫെഡറൽ സംവിധാനം കടമെടുത്തത്? എവിടുന്നാണ്? കാനഡയാണ്. ഓക്കെ, കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. ഫെഡറലിസം എന്ന് പറയുന്നൊരു ആശയം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഫെഡറലിസം ആദ്യമായിട്ട് വന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? എവിടെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പറഞ്ഞിട്ടില്ലേ? അമേരിക്കയിൽ നിന്നാണ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. പക്ഷേ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സഹകരണ ഫെഡറലിസവും ഗ്രാമതലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കി ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കാര്യം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. സാമ്പത്തിക വളർച്ചയുടെ ലാഭം ലഭിക്കാത്ത വിഭാഗങ്ങൾ നേരെ നോക്കി വികസന അവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ, അതായത് സാമ്പത്തിക വളർച്ചയുടെ ലാഭം ലഭിക്കാത്ത വിഭാഗങ്ങൾക്ക് വേണ്ടി വികസന അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ദീർഘകാല വികസന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് കുറ്റമറ്റ നടപ്പാക്കലിന് ശ്രമിക്കുക. ദീർഘകാലത്തേക്കുള്ള വികസന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് കുറ്റമറ്റ നടപ്പാക്കലിന് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സമാന ചിന്താഗതിയുള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഏകോപനത്തിലൂടെ അതായത് നയ മുന്നേറ്റം കൈവരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിദഗ്ധരെ സഹകരിപ്പിച്ചുകൊണ്ട് വ്യാവസായിക ഉന്നമനം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് പദ്ധതികളും സംരംഭങ്ങളും സജീവമായി നിരീക്ഷിച്ച് വിലയിരുത്തുക. പിന്നെ നടത്തിപ്പിന് വേണ്ടിയിട്ട് സാങ്കേതിക നവീകരണത്തിലും ശേഷി വർധനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെന്താണ്? പ്രത്യേകത? നീതി ആയോഗിനെ നമ്മൾ എന്താണ് ശരിക്കും വിളിക്കുന്നത്? തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് നീതി ആയോഗിനാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ കുറേ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ SCRT-യിലെ ലക്ഷ്യങ്ങൾ മാത്രം നോക്കാതിരിക്കുക. എന്താണ്? പ്രധാനമായിട്ടും SCRT-യിൽ മാത്രമല്ല ചോദിക്കുക, എന്തുകൂടി ചോദിക്കും? അതിൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കുക. ഓക്കെ, ഈ നീതി ആയോഗിന് ഒരു അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം. നീതി ആയോഗിന് എന്തെങ്കിലും ഫണ്ട് കൊടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടോ? നീതി ആയോഗിന് ഫണ്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും അധികാരങ്ങളുണ്ടോ? ഇല്ല, നീതി ആയോഗിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുക. ഓക്കെ, ഈ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനൊക്കെ എന്താണ്? അഡ്വൈസറി ബോഡിയാണ്, ഉപദേശക സമിതിയാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം വരും, GST കൗൺസിൽ എന്താണ്? ഉപദേശക സമിതിയാണോ അതോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഭരണഘടനാ സ്ഥാപനമാണോ? ഉപദേശക സമിതിയാണോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്.
കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഏത്? GST കൗൺസിൽ. ഓക്കെ, GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? 101 ഭേദഗതിയിലൂടെ GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ അടുത്ത ടോപ്പിക്ക് ഞാൻ ചോദിക്കുന്നത് നീതി ആയോഗ് പൂർണ്ണമായിട്ട് പഠിക്കുക. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യം നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ്, പിന്നെ അതിൻ്റെ ചെയർമാൻ, വൈസ് ചെയർമാൻ, CEO, അതാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതിലൊന്ന് ഫോക്കസ് ചെയ്യുക. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് നൊബേൽ 2025 നൊബേൽ 2025. ഓക്കെ, നിങ്ങളിപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാംസ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. നൊബേലുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 3 ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ വർഷത്തെ മാത്രം പഠിച്ചാൽ പോലെ ശരിക്ക് 25 പഠിക്കണം, 24 പഠിക്കണം. 25 കൃത്യമായിട്ട് അറിയുന്നുണ്ടാവണം. 25 ആരെങ്കിലും ഓപ്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് 25 മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. വിജിതയില്ലേ? ഓക്കെ, നൊബേൽ 2025 അതിൽ ആദ്യം വൈദ്യശാസ്ത്ര നൊബേൽ എന്ന് പറഞ്ഞു. ആദ്യം പ്രഖ്യാപിക്കുന്ന ഏതാണ്? വൈദ്യശാസ്ത്രമാണ് അല്ലെങ്കിൽ മെഡിസിൻ ആണ്. അപ്പോൾ വൈദ്യശാസ്ത്ര നൊബേൽ ആർക്കാണ് കിട്ടിയത് 2025? മേരി ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സകാഗുച്ചി. അവരുടെ എന്ത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി T സെല്ലുകളെ കുറിച്ചുള്ള ഗവേഷണം. ഓക്കെ, ഇതിനാണ് കിട്ടിയത്. അതിൽ മേരി ബ്രങ്കോയുടെ രാജ്യം ഏതാണ്? ഓക്കെ, ഫ്രെഡ് റാംസ്ഡലിന്റെ രാജ്യം ഏതാണ്? അങ്ങനെയാണെങ്കിൽ ഷിമോൺ സകാഗുച്ചിയുടെ രാജ്യം? ജപ്പാൻ. ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? സനെ തകൈച്ചി. ഓക്കെ, ജപ്പാന്റെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വനിത ആരാണ്? സനെ തകൈച്ചി. ഓക്കെ, ഫിസിക്സിൽ ആർക്കാണ് നൊബേൽ കിട്ടിയത്? ജോൺ ക്ലർക്ക്. ജോൺ ക്ലർക്ക് ഏത് രാജ്യക്കാരനാണ്? മൈക്കൽ ഡെവോറൈറ്റ്. പിന്നെ മാർട്ടിനസ്. ഏത് രാജ്യക്കാരനാണ്? ഓക്കെ, എന്തായിരുന്നു അവരുടെ കണ്ടുപിടുത്തം? ക്വാണ്ടം ടണലിംഗ്. ഓക്കെ, ക്വാണ്ടം ടണലിംഗ് അല്ലെങ്കിൽ ക്വാണ്ടം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസമായിട്ട് എനർജി കോണ്ടൈസേഷൻ, മെക്കാനിക്കൽ ക്വാണ്ടം ടണലിംഗ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഗവേഷണത്തിലാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓർത്തുക. കെമിസ്ട്രിയിൽ ആർക്കൊക്കെയാണ് നൊബേൽ കിട്ടിയത്? സുസുമ കിറ്റഗാവ. ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻ. റിച്ചാർഡ് റോബ്സൺ ഏതാണ് രാജ്യം? ഓക്കെ, അടുത്തത് ഒമറിയം യാഗി. ഓക്കെ, എന്തായിരുന്നു ഇവരുടെ കണ്ടുപിടുത്തം? USA. എന്തായിരുന്നു കണ്ടുപിടുത്തം? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഓക്കെ, മതി. ഓക്കെ, അടുത്ത ആള് സംഗീത് പറ. സംഗീതില്ലേ? സംഗീത് പോയാ? സംഗീത് കുറേ ആളുകളുണ്ട്, വെറുതെ ഉണ്ടല്ലേ? നീ ഉണ്ട്. ഓക്കെ, സംഗീത് പറ. നീ കേട്ടിട്ടില്ലേ ഫിസിക്സും കെമിസ്ട്രിയും മെഡിസിനും പറഞ്ഞത്? ഓക്കെ, ആർക്കാണ് സാഹിത്യ നൊബേൽ കിട്ടിയത്? ലാസ്ലോ ക്രാസ്നഹോർക്ക. ഏത് രാജ്യക്കാരനാണ്? ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഹംഗേറിയൻ പ്രധാനമായിട്ടും നാടകമൊക്കെയാണ്. ഓക്കെ, ഈ ലാസ്ലോ ക്രാസ്നഹോർക്ക ഹംഗറിക്കാരനാണ്. വേറൊരു ഹംഗറിക്കാരനെ അറിയില്ലേ? ബുക്കർ സമ്മാനം നേടിയ ഹംഗറിക്കാരൻ ആരാണ് 2025? ഡേവിഡ് സാലെ. എന്താണ് കൃതിയുടെ പേര്? ഫ്ലഷ് എന്നാണ്. ഓക്കെ,
ഫ്ലഷ് എന്നാണ്. ഈ ഹംഗറിയിലുള്ള ഒരു ചലച്ചിത്ര സംവിധായകൻ അടുത്തിടെ അന്തരിച്ചിരുന്നു. അയാളുടെ പേരെന്താണ്? ബേലാത്താർ. ഓക്കെ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ. ഏത് രാജ്യക്കാരിയാണ്? ഓക്കെ. വെനസ്വേലയിലെ പ്രസിഡന്റിനെ അടുത്തിടെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി. ആരെയാണ് പിടിച്ചുകൊണ്ടുപോയത്? ആ പ്രസിഡന്റിന്റെ പേരെന്താണ്? നിക്കോളാസ് മഡിറോ എന്ന് പറയുന്ന പ്രസിഡന്റിനെയാണ് പിടിച്ചുകൊണ്ടുപോയത്. ആ ഓപ്പറേഷന് അമേരിക്കയുടെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓക്കെ. ഇനി അടുത്ത ആള് ഒന്ന് പറയാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? പേര് ഫുള്ളായിട്ട് പറ. ഓക്കെ. ആരാണ് സാമ്പത്തിക നൊബേൽ മുഴുവനായിട്ട് പറയാൻ പറ്റുന്ന ആള്? പീറ്റർ ഹവിറ്റ്, ഫിലിപ്പ് അഗ്യോൺ, ജോയൽ എം മോക്കിയർ. എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ? എന്തുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് നൊബേൽ കിട്ടുന്നത്? ഏതാണ്? കേട്ടിട്ടില്ല. വിശദമായിട്ട് പറഞ്ഞാല് ഏതാണ്? സർഗാത്മക നശീകരണത്തിലൂടെയുള്ള സുസ്ഥിര വികസനം. ഓക്കെ. ഈ സാമ്പത്തിക നൊബേൽ നേടിയ ജോയൽ മൊക്കിർ ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക. ജോയൽ എല്ലാവരും അമേരിക്കൻ പൗരന്മാരാണ്, പക്ഷെ അവരുടെ ശരിക്കുള്ള രാജ്യം നെതർലൻഡുകാരനാണ്. ഫിലിപ്പ് അഗ്യോൻ പാരീസ് ആണ്, ഫ്രാൻസ് ആണ്. അതുപോലെ പീറ്റർ ഹോവിറ്റ് കാനഡയാണ്. അവർ ഇപ്പോൾ നിലവിൽ എന്താണ് US പൗരന്മാരാണ്. ഓക്കെ. ചിലപ്പോൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ഗവേഷണം. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഒരിക്കൽ കൂടി നോക്കുക. അതായത് എന്തൊക്കെയാണ് അവരുടെ ഗവേഷണങ്ങൾ, ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുന്ന നൊബേലാണ് ഇത് സാമ്പത്തിക നൊബേൽ എന്ന് പറയുന്നത്. നൊബേൽ സമ്മാനം ആദ്യം കൊടുത്തത് 1901 സാമ്പത്തിക നൊബേൽ കൊടുക്കാൻ തുടങ്ങിയത് 1969. ഓക്കെ. ആ കാര്യം കൂടി ഓർത്തുക. അതിൻ്റെ കൂടെ വേറൊരു കാര്യം ഓർത്തുക. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ സമാധാന നൊബേൽ ആരാണ്? മരിയ കൊറീന മച്ചാഡോ. ഓക്കെ. അത് ഫിഫ എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്തു? ആദ്യമായിട്ടൊരു നൊബേലല്ല, സമാധാന സമ്മാനം ഏർപ്പെടുത്തി. സമാധാനത്തിനുള്ള ഒരു സമ്മാനം ഏർപ്പെടുത്തി. അത് ആർക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്? ഫിഫ ഏർപ്പെടുത്തിയത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 47ാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. ഓക്കെ. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കിട്ടിയത് ആർക്കാണ് 2025? നെൽസൺ മണ്ടേലയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ആരാണ്? മണ്ടേലില്ല, ഗ്രേഷ മാഷൽ. ഓക്കെ. അവർക്കാണ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നൊബേലുമായി ബന്ധപ്പെട്ട് പഠിച്ചു നോക്കുക. അതായത് എല്ലാ മേഖലയിലെയും ജേതാക്കൾ, അവരുടെ രാജ്യം, അവരുടെ കോൺട്രിബ്യൂഷൻ അത് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവണം. എല്ലാവർക്കും PSC പഠിക്കുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വരുന്ന മാർക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഓക്കെ. ഇനി ഒന്നുകൂടിയില്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. ശ്രീജയിലെ ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ നിയമം എപ്പോഴാണ് വരുന്നത്? ഏത് വർഷമാണ് വരുന്നത്? 1993. ഓക്കെ. നമ്മുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിസംബർ 10. ഡിസംബർ 10 എന്ത് ദിനമാണ്? ഓക്കെ. അപ്പോൾ 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം വരുന്നു. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു. ഓക്കെ. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മനുഷ്യാവകാശ ഓക്കെ. മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ ആരാണ്? സുപ്രീം കോടതിയാണ്. നമ്മുടെ സുപ്രീം കോടതി. ഓക്കെ. സുപ്രീം കോടതി. ഓക്കെ. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ്? ഒക്ടോബർ 12. ഓക്കെ. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതി. ആർക്കാണ് ഇവർ രാജിക്കത്ത് കൊടുക്കേണ്ടതും? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഓക്കെ. 2019 ഒരു ഭേദഗതി വന്നു. അത് പ്രകാരം നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര സ്ഥിരാംഗങ്ങളുണ്ട്? 6 പേരുണ്ട്. ഓക്കെ. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആകെ 13 പേരുണ്ട്. അതിൽ 6 പേര് സ്ഥിരാംഗങ്ങൾ. അപ്പോൾ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരിക്കും? പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ആഭ്യന്തരമന്ത്രി ഉണ്ടാവും. ലോക്സഭാ സ്പീക്കർ ഉണ്ടാവും. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും. ഓക്കെ. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരായിരിക്കും? സെക്രട്ടറി ജനറൽ ആയിരിക്കും. ഓക്കെ. അതായത് ഞാൻ ചോദിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരായിരിക്കും? സെക്രട്ടറി ജനറൽ ആണ്. ഇദ്ദേഹമാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഓക്കെ. ഇതാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, സമർപ്പിക്കേണ്ടതൊക്കെ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് 2019 ഭേദഗതി പ്രകാരം ആരായിരിക്കണം? ആർക്ക് ചെയർമാൻ ആവാൻ വേണ്ടി പറ്റും? ചെയർമാൻ ആവാൻ വേണ്ടി പറ്റുന്നത് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ളത്. ഞാൻ ചോദിച്ചത് ആർക്ക് ചെയർമാൻ ആവാം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ഒരാൾ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായി വിരമിച്ച ഒരാൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവി വഹിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അതായത് 93 വരുമ്പോൾ ആ സമയത്തെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? രണ്ടാമത്തെ ആരാണെന്ന് ചോദിച്ചാൽ വെങ്കടാചലയ്യാണ്. MN വെങ്കടാചലയ്യാണ് രണ്ടാമത്തെ. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആദ്യം അംഗമായത് ഫാത്തിമ ബീവി. ഓക്കെ. അധ്യക്ഷനായ മലയാളി ആരാണ് ആദ്യമായിട്ട്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളി കൂടിയാണ് നമ്മുടെ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. ഓക്കെ. അതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം ചെയർമാനായ ആദ്യത്തെ വ്യക്തി ആരാണ്? അല്ല, KG ബാലകൃഷ്ണൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ 2019 തൊട്ടാണ് ആ ഒരു മാറ്റം വന്നത്. അപ്പോൾ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം ചെയർമാനായ ആദ്യത്തെ വ്യക്തി?
അരുൺ കുമാർ മിശ്രയാണ്. ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ഇദ്ദേഹം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജഡ്ജി മാത്രമാണ്. ഓക്കെ, അതേപോലെ തന്നെ നിലവിലുള്ള ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. വി രാമസുബ്രഹ്മണ്യൻ തമിഴ്നാട്ടുകാരനാണ്. വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, വി രാമസുബ്രഹ്മണ്യൻ, അതൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് ഇപ്പോൾ? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പോൾ അതെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? കേന്ദ്ര സർക്കാരിന്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കായിരിക്കും വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഏറ്റവും ഞാൻ അതായത് പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുവാന്ന്? ഒന്ന്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ വരും. അതുപോലെ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ വരും. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ വരും. പിന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ വരും. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വരും. അതുപോലെ NCPCR. എന്താണ് NCPCR? പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ബാലാവകാശ കമ്മീഷൻ, അതിൻ്റെ ചെയർപേഴ്സൺ വരും. പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതും വരും. 7 പേര് അങ്ങനെ വരും. 7 പേര് അങ്ങനെ വരും. ഓക്കെ, ഇതിൽ നമ്മളോട് ചോദിക്കുന്ന പ്രസ്താവന രീതിയിലുള്ള ചോദ്യം, ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ നിയമനത്തിന് യോഗ്യരാണോ എന്നാണ്. ആണോ? യെസ്, അതെ. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് പുനർനിയമനം പറ്റൂല. ഓക്കെ, നമ്മൾ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ വനിത വേണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്, വനിത വേണമെന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, പല ഭേദഗതികളും വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ എക്സ് ഒഫീഷ്യോ അംഗങ്ങളില്ലേ, ആ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ നിലവിൽ ആരൊക്കെയാണ് എന്ന്, അതായത് നിലവിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ നമ്മൾ എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞ ആ ഒരു പട്ടികജാതി, പട്ടികവർഗ, ന്യൂനപക്ഷ, വനിതാ കമ്മീഷൻ, ഓക്കെ, ഇതിൻ്റെയൊക്കെ ചെയർപേഴ്സൺമാർ ആരാണെന്ന് ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിൽ എഴുതിയിടണം, നോക്കിയിട്ട് ഇടണം. നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇടണം. ഓക്കെ, അപ്പോൾ ഞാൻ 5 ടോപ്പിക്ക് പറഞ്ഞു. 5 ടോപ്പിക്ക് പറഞ്ഞതിൽ വൈറ്റമിൻസ്, അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികൾ, നീതി ആയോഗ്, പിന്നെ നൊബേൽ സമ്മാനം, പിന്നെ അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, ഒരു റൗണ്ട് തീർന്നു. ഇനി അടുത്ത റൗണ്ടിലേക്കാണ് പോകുന്നത്. ഇതുവരെ ചോദിക്കാത്ത ആളുകളുണ്ട്. ഇതുവരെ ചോദിക്കാത്ത ആളുകളെ പരിഗണിച്ചിട്ട് ചോദിച്ച ആളുകളോട് ഒരിക്കൽ കൂടി ചോദിക്കും. സമയമുണ്ട്, എല്ലാ ദിവസവും ഉണ്ടല്ലോ. റോബിൻ ജോസഫ് ഉണ്ടോ? ഇല്ല. സുജയ് ഇല്ലേ? സുജയ് ഇല്ല. സ്വാതി ഇല്ലേ? സ്വാതി ബാലകൃഷ്ണൻ ഇല്ല. എല്ലാവരും തുറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, ആരും ഇല്ല നിലവിൽ. നൗഷിബി ഇല്ലേ? റോബിൻ ഉണ്ടോ? റോബിൻ ഉണ്ട്. ഓക്കെ, റോബിനുള്ള പേര് എന്തായിരുന്നു? ഓക്കെ. ജസ്ന പറ. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഏത് വൈറ്റമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഡി ആണ്. ഓക്കെ, സൂര്യപ്രകാശമേറ്റാൽ നശിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നശിക്കുന്നത് ഏതാണ്? B2 ആണ്. വൈറ്റമിൻ B2 ആണ് നശിക്കുന്ന വൈറ്റമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്നത്? ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഓക്കെ,
വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫലം ഏതാണ്? സാധാരണ പുളിരസമുള്ള ഫലങ്ങളിലാണ് വൈറ്റമിൻ സി ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് വൈറ്റമിൻ സി? ഓറഞ്ച്, നാരങ്ങ. അതെ, അതിൽ തന്നെ ഏതിലാണ് ഏറ്റവും കൂടുതലുള്ളത്? നെല്ലിക്കയിലാണ്. ഓക്കെ, നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നെല്ലിക്കയിലാണ്. ഓക്കെ, നെല്ലിക്കയിലാണ്. ഓക്കെ, റേഡിയോ നെല്ലിക്ക ആരുടെ റേഡിയോ ആണ്? ആർക്ക് വേണ്ടിയിട്ടുള്ള റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക? റേഡിയോ നെല്ലിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ്? കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ? ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ റേഡിയോ ആണ് ഇത്, റേഡിയോ നെല്ലിക്ക, FM റേഡിയോ. ഓക്കെ, ജസ്ന പറ, ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് 25 എന്തായിട്ടാണ് ആചരിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് ജീവകാരുണ്യ ദിനം, സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, മോക്ഷപ്രദീപ ഖണ്ഡനം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഓക്കെ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് വർഷമാണ് നിലവിൽ വരുന്നത്? കമ്മീഷൻ നിയമമൊക്കെ 1993 ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യം. ഓക്കെ, രാമസുബ്രഹ്മണ്യം. എത്ര അംഗങ്ങളുണ്ടാവും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ? എത്ര സ്ഥിരാംഗങ്ങളുണ്ട്? 6 പേര്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും അതുപോലെ തന്നെ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയൊക്കെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓക്കെ, നൊബേൽ സമ്മാനം സമാധാനത്തിന് നേടിയത് 2025 ആരാണ്? സമാധാന നൊബേൽ കിട്ടിയതാർക്കാണ്? മരിയ കൊറീന മച്ചാഡോ. ഏത് രാജ്യക്കാരിയാണ്? വെനസ്വേല. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നത്? വെനസ്വേലയുടെ പ്രസിഡന്റായിരുന്ന നിക്കോളസ് മഡുറോനെ അമേരിക്ക ബന്ദിയാക്കി കൊണ്ടുപോയ നടപടിയാണെന്ത്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നത്. ഓക്കെ, നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കേബറിയാണ്. സുമൻ കേബറി. ഓക്കെ, നീതി ആയോഗ് നിലവിൽ വന്നപ്പോഴാണ്? 15 ജനുവരി 1. ഓക്കെ ഓക്കെ മതി. നൗഷിബ പറഞ്ഞോ. നൗഷിബ. ലെ സാഹിത്യ നൊബേൽ ലഭിച്ചത് ആർക്കാണ്? സാഹിത്യ നൊബേൽ ലാസ്ലോ ക്രാസ്നോഹർക്ക്. ഏത് രാജ്യക്കാരനാണ്? ഹംഗേറിയൻ. ഓക്കെ, നമ്മുടെ ജ്ഞാനപീഠം ഇല്ലേ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും മൂല്യമുള്ള പുരസ്കാരമാണ് ജ്ഞാനപീഠം എന്ന് പറയുന്നത് സാഹിത്യരംഗത്ത്. ജ്ഞാനപീഠം ആർക്കാണ് കിട്ടിയത്? KG ശങ്കരപ്പിള്ള. അത് എഴുത്തച്ഛൻ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല. ആർക്കാണ് ബുക്കർ ഇന്റർനാഷണൽ കിട്ടിയത്? ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ആർക്കാണ് കിട്ടിയത്? ബാനു മുഷ്താഖ്. ബുക്കർ പ്രൈസ് ആർക്കാണ് കിട്ടിയത്? ഡേവിഡ് സാലെ. ആർക്കാണ് സാമ്പത്തിക നൊബേൽ കിട്ടിയത് 2025? ഫിലിപ്പ് ആഗിയോ, പീറ്റർ ഹൗവിറ്റ്, ജോയൽ മോക്കർ. ആർക്കാണ് ഫിസിക്സിൽ നൊബേൽ കിട്ടിയത്? ഫിസിക്സിൽ ജോൺ ക്ലാർക്ക്,
മൈക്കിൾ എച്ച് ഡൊബറേറ്റ്, മാർട്ടിനസ് ജോൺ മാർട്ടിനസ്. ഓക്കെ. ചട്ടമ്പിസ്വാമികൾ ജനിച്ച വർഷം ഏതാണ്? 1853 ഓഗസ്റ്റ് 25. ഓക്കെ. ഓഗസ്റ്റ് 25 എന്താണ്? ജീവകാരുണ്യ ദിനം. ഓഗസ്റ്റ് 28 എന്താണ്? ഓഗസ്റ്റ് 28 എന്താണ്? ഓഗസ്റ്റ് 28 അറിയില്ല. അയ്യങ്കാളിയുടെ ജന്മദിനം, അയ്യങ്കാളി ദിനം. ജന്മദിനം. ഓക്കെ, അയ്യങ്കാളി ദിനം. ഓക്കെ. ഓഗസ്റ്റ് 29 എന്താണ്? ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ആരുടെ ജന്മദിനം? ധ്യാൻചന്ദ്. കേരളത്തിൽ എപ്പോഴാണ് കായിക ദിനം? ഒക്ടോബർ 13. ആരുടെ ജന്മദിനം? ജി വി രാജ, കേണൽ ഗോദവർമ്മ രാജ. ഓക്കെ. നമ്മൾ പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ. ഓക്കെ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഏത് വർഷമാണ് വരുന്നത്? 1993 ഒക്ടോബർ 12. ഓക്കെ. കമ്മീഷൻ വന്നു, നിയമം സെപ്റ്റംബർ 28 വന്നു. ഓക്കെ. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം മാനവാധികാർ. അത് മുമ്പ് ഓർമ്മയില്ല. നമ്മൾ അതിന്റെ ഇതൊക്കെ മാറിയത് കണ്ടിട്ടുണ്ടാവും. മാനവാധികാർ ഭവൻ, പിന്നെന്താണ് സർദാർ പട്ടേൽ ഭവൻ. ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഓഫീസിലെ അഡ്രസ്സിലൊക്കെ. അതിന്റെ ഇപ്പോഴത്തെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? ഏതാണ്? ആരോ പറഞ്ഞു? ഫരീദ് കോട്ട് ഹൗസ്. ഓക്കെ, ഫരീദ് കോട്ട് ഹൗസ് ആണ്. ഓക്കെ, അത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് ഓർത്ത് നോക്കുക. ഫരീദ് കോട്ട് ഹൗസ്. ഓക്കെ, ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർഗ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് നോക്കുക, ആ സ്ഥലം എവിടെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഉണ്ട് അതിൽ. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. ഓക്കെ, പട്ടികവർഗം ആരാണ്? ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. വനിതാ കമ്മീഷൻ ആരാണ്? വിജയ് കിഷോർ രഹത്കർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി ഞാൻ പറയാനുള്ള 2-3 പേരുണ്ട്. ആ ആൾക്കാരുടെ, അതായത് മൊത്തം ആളുകളുടെയും പേര് എക്സ് ഒഫീഷ്യോ ചെയർമാൻമാർ എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ ആ പേര് പഠിക്കണം. അല്ലാതെ തന്നെ നമ്മളോട് ചോദിക്കും ഇതാരാണ് അതാരാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ആ 7 പേര് ഇപ്പോൾ നിലവിൽ ആരൊക്കെയാണ് എന്ന് നിർബന്ധമായിട്ടും ക്ലാസ് കഴിഞ്ഞ ശേഷം എഴുതിയിടണം, ഗ്രൂപ്പിൽ എഴുതിയിടണം. ഓക്കെ, അടുത്തത് വൈറ്റമിൻ ഇയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. വൈറ്റമിൻ ഇയുടെ പ്രത്യേകത ബ്യൂട്ടി വൈറ്റമിൻ ആണ്. എന്തിന്റെ സംരക്ഷണമാണ് അതിന്റെ ചുമതല? പ്രത്യുൽപാദനമുണ്ട്. സംരക്ഷണം എന്തിന്റെയാണ്? ഹോർമോണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ത്വക്കിന്റെയും ഹൃദയത്തിന്റെയും സംരക്ഷണം. ഓക്കെ, ലോക ഹൃദയ ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 29. സെപ്റ്റംബർ 21 എന്താണ്? അൽഷിമേഴ്സ് ദിനമാണ്. സെപ്റ്റംബർ 16 എന്താണ്? ഓസോൺ ദിനം. ഓക്കെ, ഞാൻ അടുത്ത ആളോട് ചോദിക്കാം. കാവിയിലെ ഉണ്ട്. ഓക്കെ, നീതി ആയോഗ് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സംവിധാനം ഉണ്ടായിരുന്നത്?
ആസൂത്രണ കമ്മിറ്റി. ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് ആരായിരുന്നു? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടത്തിപ്പ് ആരുടേതായിരുന്നു നടപ്പിലാക്കിയത്? ആസൂത്രണ കമ്മീഷൻ. അതിന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നപ്പോഴാണ് 2015 ജൂലൈ 1. ജനുവരി 1. 2015 ജനുവരി 1. 2017 ജൂലൈ 1 എന്ത് വന്നു? 2017 അതെ സോറി 2017 ജൂലൈ 1 എന്താണ് വന്നത്? GST വന്നു. ഓക്കെ. 2015 ജനുവരി 1 നീതി ആയോഗ് വന്നു. നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ ആരാണ്? CEO ആരാണ്? ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വൈസ് ചെയർമാൻ സുമൻ ബറി, CEO നിധി ചിബ്ബർ അല്ലെങ്കിൽ ചെബ്ബാർ. ഓക്കെ. നീതി ആയോഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അതിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് പറയാം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഓക്കെ. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്ഥലം പറഞ്ഞാൽ അത് എവിടെയാണെന്ന്. ആസ്ഥാനം നീതി ഭവൻ, സൻസദ് മാർഗ്, ന്യൂഡൽഹി. ഓക്കെ. നമ്മൾ എന്ത് പറയാറുണ്ട്? നീതി ആയോഗിനെ എന്ത് പേരിൽ വിളിക്കാറുണ്ട്? എന്ത് ടാങ്കാണ്? തിങ്ക് ടാങ്ക്. ഓക്കെ. ഈ നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഗവേണിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരുണ്ടാവും. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭകൾ ഉള്ള സ്ഥലത്ത് മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ ഇല്ലാത്ത സ്ഥലത്ത് ലഫ്റ്റനന്റ് ഗവർണർമാർ. ഇവരടങ്ങിയതാണ് ഇത് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. ഗവേണിംഗ് കൗൺസിൽ. ഓക്കെ. ചോദിച്ചിട്ടുണ്ട് ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെ ഉണ്ടാവും. ഓക്കെ. 2025 കെമിസ്ട്രി നൊബേൽ ആർക്കാണ് കിട്ടിയത്? 2025 സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാക്കി. 2025 ബുക്കർ പ്രൈസ് ആർക്കായിരുന്നു? 2025 ബുക്കർ ഡേവിഡ് സാലെ. പുസ്തകത്തിന്റെ പേര്? ഫ്ലഷ്. ഓക്കെ. മതി. ഓക്കെ. അടുത്ത ആള് ദിവ്യ ഉണ്ടോ? ദിവ്യ ഉണ്ട്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞോ. 2 ചോദ്യങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി ആരാണ്? ഓക്കെ. അംഗമായ ആദ്യത്തെ മലയാളി ആരാണ്? ഫാത്തിമ ബീവി. ഓക്കെ. അഞ്ജനിലെ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, പിന്നെ ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ.